നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ആകെ ടെൻഷനാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെ നിറയ്ക്കും? അവർ അത് മുഴുവൻ കഴിക്കുമോ? ആ ഭക്ഷണം കൊണ്ട് അവർക്ക് മതിയായ പോഷണം ലഭിക്കുമോ? അത്ര മതിയാകുമോ? അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സംശയങ്ങളാണ്. ഇനി ആരെങ്കിലും കുട്ടി ക്ഷീണിച്ചല്ലോ എന്നുകൂടി പറഞ്ഞു കേട്ടാൽ അതോടെ കഴിഞ്ഞു. ഒരുപാട് ഭക്ഷണം കുത്തി നിറച്ച് ലഞ്ച് ബോക്സ് ഒരുക്കിയിട്ട് കാര്യമില്ല. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന പോഷണങ്ങൾ ഉൾപ്പെടുത്തി മിതമായ അളവിൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. അതൊരു ചെറിയ കടമ്പയല്ല. സംശയങ്ങൾ ഒരുപാടുണ്ടാകും. ആ സംശയങ്ങൾ തീർക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായരാണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം അമ്മമാരുടെ കുട്ടി ലഞ്ച് ബോക്സിനെ പറ്റിയുള്ള തീരാത്ത സംശയങ്ങൾ. ഇന്നത്തെ ടോപ്പിക്ക് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണക്രമം എങ്ങനെ ശ്രദ്ധിക്കാം. ഒരു പുതിയ അധ്യയന വർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞു. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. അവരുടെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുട്ടികളുടെ ഭക്ഷണം പ്രധാനമായും സമീകൃതമായിരിക്കണം എന്നുള്ളതാണ്. കറക്റ്റ് പ്രപ്പോർഷൻ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ഒക്കെയുള്ള ഒരു നല്ല ചിട്ടപ്പെടുത്തിയ ഒരു ഡയറ്റാണ് സമീകൃത ഡയറ്റ്. ഇത് ഇവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും നല്ല പഠന മികവിനും ഏറ്റവും അത്യാവശ്യമാണ്. ഇനി ശരിക്കും നമ്മൾക്ക് ഓർമ്മ, ബുദ്ധി ഇവയൊക്കെ വേണ്ടിയിട്ട് ബി വിറ്റമിൻസ്, അയണ്, സിങ്ക്, ഫോളേറ്റ് എന്നിവയൊക്കെ ആവശ്യമുണ്ട്. ഇവരുടെ ഭക്ഷണം ഏറ്റവും പ്രധാനം പ്രോട്ടീൻ സമൃദ്ധമായിരിക്കണം എന്നുള്ളത്. പ്രോട്ടീന് വേണ്ടി എന്തൊക്കെ ആഡ് ചെയ്യാം? മത്സ്യം, മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ, പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഇവരുടെ ഡെയിലി ഉള്ള ആഹാരത്തിൽ വേണം എന്നുള്ളതാണ്. ഇനി കാൽഷ്യം, വളരുന്ന കുട്ടികൾക്ക് കാൽഷ്യം ഏറ്റവും പ്രധാനമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് കാൽഷ്യം പ്രധാനമാണ്. കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും ഒരു 2 നേരം പാല് കൊടുക്കുക. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ആഡ് ചെയ്യുക. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, മോര്, യോഗേട്ട് ഇവയൊക്കെ കൊടുക്കാവുന്നതാണ്. എള്ള്, റാഗി ഇവയെല്ലാം ഈ കാൽഷ്യത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഇനി അയൺ, ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം. പഠനത്തിലൊക്കെ പുറകോട്ട് പോകുന്നതായി കാണാം. അയൺ കൂടുതലുള്ള അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മുട്ടമഞ്ഞ, റാഗി, എള്ള് ഇവയെല്ലാം അയണിൻ്റെ സോഴ്സസുകളാണ്. അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി ആവശ്യമാണ്. വിറ്റമിൻ സി സമൃദ്ധമായുള്ള ഭക്ഷണങ്ങൾ വേണം. അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ. ചെറുനാരങ്ങ, മുസമ്പി, ഓറഞ്ച്, കിവി, പ്ലംസ്, ബെറീസ്, ഇലക്കറികൾ ഇതെല്ലാം വിറ്റമിൻ സിയുടെ സോഴ്സസുകളാണ്. ഇനി സമയനിഷ്ഠമായി കറക്റ്റായിട്ട് ചിട്ടയായി ക്രമപ്പെടുത്തിയതായിരിക്കണം ഭക്ഷണം. ഇവരുടെ പ്രഭാത ഭക്ഷണം പ്രധാനമാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ബുദ്ധിക്കും ഓർമ്മയ്ക്കുമൊക്കെ കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. പ്രഭാത ഭക്ഷണം ഒരു ബ്രെയിൻ ഫുഡ് തന്നെയാണ്. ഇനി 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടനേര ആഹാരം മസ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം, അണ്ടിപ്പരിപ്പുകളാകാം, ആവിയിൽ വേവിച്ച ആഹാരങ്ങളാകാം. ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം അവർ ലഞ്ച് മേക്ക് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈവിധ്യമാർന്നതായിരിക്കണം. എന്നും ഒരേ രീതിയിലുള്ള ആഹാരം കൊടുത്തു വിടുവാണെങ്കിൽ കുട്ടികൾ കഴിക്കാതിരിക്കും. വൈവിധ്യത്തിന് വേണ്ടി റൈസിന് പകരം, ചോറിന് പകരം ഏതെങ്കിലും ഫ്രൈഡ് റൈസ്, അതല്ലെങ്കിൽ കേർഡ് റൈസ്, ടൊമാറ്റോ റൈസ് ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ദിവസവും 1 ലിറ്റർ വെള്ളം കൊടുത്തു വിടാൻ ശ്രദ്ധിക്കണം. അവർ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് അത് ഉറപ്പുവരുത്തണം. അതുപോലെ വെള്ളത്തിൻ്റെ കുറവ് നിർജ്ജലീകരണത്തിന് ചാൻസ് ഉണ്ട്. അതുപോലെ ക്ഷീണമുണ്ടാകും. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. അതുപോലെ വ്യായാമം പ്രധാനമാണ്. കുട്ടികളുടെ ശരീരത്തിൽ എല്ലാ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും ശരീരപ്രവർത്തനങ്ങൾക്കും ഉന്മേഷത്തോടെ ഇരിക്കാനും വ്യായാമം മസ്റ്റാണ്. ആഹാരവും വ്യായാമവും അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തിയുള്ള ശരിയായ ഒരു ഭക്ഷണ രീതിയും കൊണ്ട് മാത്രമേ കുട്ടി നല്ല ബുദ്ധിപരമായും എല്ലാ ശാരീരികമായും മാനസികമായും എല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. ഒരു ജൂൺ 5 കൂടി കടന്നുപോയി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും പൊതുവെ ചെയ്യുന്നത് ഒരു ചെടിയോ മരമോ നടലാണ്. ലോകമെമ്പാടും അതിൻ്റെ ആഘോഷം നടന്നു കഴിഞ്ഞു. നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടുക തന്നെ വേണം. സസ്യജാലങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരണത്തിൽ നിന്ന് തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവയാണ്. എന്നാൽ പരിസ്ഥിതിയുമായി ആരോഗ്യത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ ആരോഗ്യത്തെ വളർത്തുന്നു എന്നറിയണ്ടേ?
അതുപോലെ പരിസ്ഥിതിക്ക് നാം അറിഞ്ഞും അല്ലാതെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന മലിനീകരണം എങ്ങനെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നറിയണ്ടേ? അതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പട്ടം SUT ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ രാജീവ് മണ്ണാലിയാണ്. നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി അതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇത് നോക്കിക്കാണുന്നത് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് രോഗം വന്നിട്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നതിലല്ല, അതിന് രോഗപ്രതിരോധത്തിൻ്റെ ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആരോഗ്യ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ബന്ധപ്പെടുത്തി കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. പരിസ്ഥിതി മോശമായാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം ഇതൊക്കെ മലിനമാകും. ആ മലീമസമായ ഈ ഘടകങ്ങൾ ചേരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായി മാറും. അപ്പോൾ ഈ ഹാനികരമായ അവസ്ഥ ഉണ്ടാകാതെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മുടെ ജീവിതശൈലി കുറേയും കൂടി മെച്ചപ്പെട്ടതാക്കാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ സുഗത നക്ഷത്ര ഉദ്യാനം എന്നൊരു പദ്ധതി തുടങ്ങേണ്ടത്. ഇത് സുഗതകുമാരി നവതി ആഘോഷ കമ്മിറ്റിയുമായിട്ട് ചേർന്നാണ് ഞങ്ങളിത് നടത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ നക്ഷത്രങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷത്തൈകൾ ഇവിടെ നടുകയാണ് ഉണ്ടായത്. ഈ വർഷം ഞങ്ങളതിൻ്റെ തുടർച്ചയായിട്ട് ആ ഉദ്യാനം കുറച്ചും കൂടെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടുതൽ വൃക്ഷത്തൈകൾ നടുകയുമാണ് ചെയ്തത്. ഞങ്ങളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഞങ്ങളാൽ കഴിയുന്ന വിധം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വനങ്ങൾ ഉണ്ടാക്കാനും വൃക്ഷങ്ങൾ നടാനും അതുവഴി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അതിലൂടെ ആരോഗ്യം സംരക്ഷിക്കാനും ആ രോഗപ്രതിരോധം നടപ്പിലാക്കാനും ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഈ ഉദ്യമത്തിന് ഇവിടെ എല്ലാ ജീവനക്കാരുടെയും സഹകരണവും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ സംഗതിയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ SUT കൂടുതൽ പ്രതിജ്ഞാബദ്ധമായിട്ട് ഇതുപോലെയുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും വേണ്ടത് ചെയ്യുകയുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല പരിസ്ഥിതി ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ആഴ്ചയിലെ ആരോഗ്യമാനന്ദം പരിപാടി അവസാനിച്ചു. മറ്റൊരു ഇഷ്ടപ്പെട്ട വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.